പറഞ്ഞ മൊത്തം പറഞ്ഞിട്ടുണ്ടാവും. 8%, 3%, 50% ജനങ്ങൾക്ക് 3%, 10% ജനങ്ങൾക്ക് 87% സമ്പത്ത് കേന്ദ്രീകരിക്കുമ്പോൾ ഉൽപാദന വിതരണ ഘടനയിലാണല്ലോ മുതലാളിത്തത്തിന്റെ ഏറ്റവും ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ്. ഈ AI സംവിധാനം മുഴുവൻ ആരുടെ കയ്യിലാണ് വരിക? നമ്മുടെ നാട്ടിലെ കർഷകത്തൊഴിലാളിൻ്റെ കയ്യില, കൃഷിക്കാരൻ്റെ കയ്യില, ഇടത്തരക്കാരൻ്റെ കയ്യില, ആരുടെ കയ്യിലാണ് വരിക? എല്ലാം വരുന്നത് ഈ ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത മുഴുവൻ വരുന്നത് ഈ കുത്തക മുതലാളിമാരുടെ കയ്യിലായിരിക്കും. ആ കുത്തക മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് 60%-ലധികം തൊഴിലില്ലായ്മയും മനുഷ്യരുടെ ഈ വാങ്ങൽ കഴിവ് ശേഷി പൂർണ്ണമായി ഇല്ലാതാകും ചെയ്താൽ ഇനി എന്തായിരിക്കും രാജ്യത്തിന്റെ സ്ഥിതി? അന്നേ പറഞ്ഞതിന് അത് ഞാൻ സംശയം തള്ളുന്നത്. ഇങ്ങനെയുള്ള ഒരു സംഘർഷാത്മക രൂപം വന്നതുകൊണ്ടാണ് മാർക്സ് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയിൽ അധ്വാനിക്കുന്ന വർഗം അതിശക്തിയായി ഈ ഭരണകൂട വ്യവസ്ഥയെ തന്നെ തട്ടി മാറ്റി പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഒന്നും കൂടി കേട്ടു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കാമോ? ഇനി ആരുടെ വ്യക്തിയില്ലാതെ വൈരുദ്ധ്യം കൂടും. വൈരുദ്ധ്യം അതിശക്തിയായിട്ട് കൂടും. അത് ഇന്നല്ലെങ്കിൽ നാളെ ചർച്ച ചെയ്യും. നിങ്ങൾക്ക് ഇപ്പം ചർച്ച ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അതിൻ്റെ ഒരു വ്യക്തത നിങ്ങൾക്ക് വരുന്നില്ല. ഞങ്ങൾക്ക് മാസത്തിന് നല്ല 60% തൊഴിലില്ലായ്മ വരുമെന്നാണ് പറയുന്നത്. 5% തൊഴിലില്ലായ്മ വന്നാൽ ഗുരുതരമായ പ്രതിസന്ധിയാണ്. അത് 60% എത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? വളരെ ഗുരുതരമായിരിക്കും. ഉറപ്പല്ലേ? അതല്ലാണ്ട് വേറെ വഴി എന്താ ഉള്ളത്? നിങ്ങൾ പറ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? 60% ജനങ്ങൾക്ക് തൊഴിലില്ലാതാകുക, വാങ്ങൽ ശേഷി എന്ന് പറയുന്ന സാധനം ഇല്ലാതിരിക്കുക. കാരണം തൊഴിലില്ലാതിരിക്കുമ്പോൾ ഇവർ എവിടുന്ന വാങ്ങുക? ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതിരിക്കുക. സംഘർഷമില്ലാതെ പിന്നെന്ത് ചെയ്യും? വർഗ സമരത്തിലൂടെ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയെ മാറ്റാതെ ലോകത്ത് ഒരു രാജ്യത്തും സാഹചര്യം വരുന്നതിനുള്ള ഒരു ഇടവഴിയാണ് AI ഉൾപ്പെടെ എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ ഉപയോഗിക്കാം. ഇന്നലെ ശോഭാ സുരേന്ദ്രൻ അധിക്ഷേപിച്ച് സംസാരിച്ചിരുന്നു. ഇതിൽ CPM പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ബിനീഷ് കോടിയേരി അടക്കം പറഞ്ഞിരുന്നു. അല്ല, ഞങ്ങൾ CPIM-ന്റെ സമ്മേളനങ്ങളുടെ എല്ലാം നഗരയുടെ പേര് സഖാവ് കോടിയേരിയുടെ പേരാണ്. കോടിയേരി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് അതുല്യമായ രീതിയിലുള്ള സംഭാവന. അത്തരത്തിലുള്ള ഒരാളെ മഹാത്മാഗാന്ധിയെ അധിക്ഷേപിക്കുന്ന RSSന്റെ BJP-യുടെ നിലപാടിനോട് ഒപ്പം നിന്ന് പോകുന്ന RSSകാരെ എന്താ പറയുന്നത്? അതിലൊന്നും യാതൊരു കാര്യമില്ല. കാരണം മഹാത്മാഗാന്ധിയല്ല സ്വാതന്ത്ര്യ സമര പോരാളി. ആരാ? സവർക്കറാണ് എന്ന് പറയുന്ന RSSകാരോടും BJP-ക്കാരോടും എന്ത് പറയാനാ? അതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും കേരളത്തിലെ ജനങ്ങളുടെയും ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് സഖാവ് കോടിയേരി. കോടിയേരിയെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതിലൊന്നും ഒരു BJP-യും രക്ഷപ്പെടാൻ പോകുന്നില്ല. അതിൻ്റെ അകത്ത് കൃത്യമായ കാര്യം ചരിത്രപരമായിട്ട് തന്നെ പരിശോധിച്ചാൽ പറയാൻ സാധിക്കുന്നതേ ഉള്ളൂ. അത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, തീരുമാനമായിട്ടില്ല. അത് സംബന്ധിച്ച് ആലോചിക്കണം എന്നുള്ളത് തന്നെയാണ്. ടോളുകളൊക്കെ എങ്ങനെയൊക്കെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സംഭവം. കേന്ദ്ര ഗവൺമെന്റ് ഒരു തരത്തിലും കേരളത്തിൽ അനുകൂലമായ ഒരു സമീപനവും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ ടാക്സ് എല്ലാം GST-യുടെ ഭാഗമായിട്ട് അവർ തിരിച്ചു കൊണ്ടുപോകാൻ നമുക്കൊന്നും പുതുതായിട്ടുണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ കിഫ്ബി കടം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്കുന്നു വികസനത്തിന്. അതിന്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. ഏതാ ബ്രൂവറിയിൽ നേരെ തീരുമാനിക്കുകയാണ്. അത് ആരുമായിട്ട് ചർച്ച അതാ ഞാൻ പറഞ്ഞത്. ആരുമായിട്ട് ചർച്ച ചെയ്യുന്ന യാതൊരു വ്യവസ്ഥയില്ല. അതായത് കർണാടകത്തിലുള്ള തിരിച്ച് ലോബിക്കാണ് വലിയ സംഘർഷാത്മകമായ പ്രതിഷേധം. പറഞ്ഞതിൻ്റെ മലയാളം മനസ്സിലായോ? മനസ്സിലായോ? കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ അവർക്ക് ഇവിടെ മാർക്കറ്റ് പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പണി മുഴുവൻ. അത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ജനങ്ങളോട് ഞങ്ങൾ കൃത്യമായി പറയും. അവിടെ ജനങ്ങൾക്ക് വിഷമുണ്ടാകുന്ന ഒരു തുള്ളി ഉപയോഗിച്ചുകൊണ്ട് ബ്രൂവറി ഉണ്ടാകും കേട്ടോ. അത് ചർച്ച ചെയ്തിരിക്കുന്നത്. മുകേഷ് MLA-യോട് പൂർണ്ണ വിയോജിപ്പാണ് കൊല്ലം ജില്ലാ നേതൃത്വത്തിനുള്ളത്. അപ്പോൾ സംസ്ഥാന നേതൃത്വം ഞങ്ങൾക്ക് ആരെയോ ഒരാളുടെ വിയോജിപ്പോ അല്ല പ്രശ്നം. കോടതിയിലാണ് ആ പ്രശ്നമുള്ളത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും അത് ഇത് വേണോ അത് വേണോ എന്ന് ചോദിക്കേണ്ട ആരും കാര്യമില്ല. കോടതി പറയട്ടെ. അപ്പോൾ അത് ഈ വടകരയിൽ ഒരു വിമത നീക്കം നടക്കുന്നുണ്ട്. ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒരു എതിർപ്പില്ല. വെറുതെ പറയുന്നത്. ആ സമ്മേളനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യം നോക്കി ഒന്നും നടക്കാതെ നോക്കി ഇപ്പോൾ അവസാനം പറയുന്നത് രാജേന്ദ്രൻ ഇപ്പോൾ
പാർട്ടിക്ക് അഭിനന്ദനായിട്ട് നിൽക്കുകയാണ്. അതിനായിട്ട് തീരുമാനം ഇത്തരം പാർട്ടി സ്വീകരിക്കുക. അത് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കേണ്ടത് നല്ലത്. അല്ല മാഷ് മുമ്പ് പറഞ്ഞത് തിരിച്ചു വരുമെന്നാണ്. അതൊക്കെ ദൈനംദിന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. രാജേന്ദ്രനെ ഒഴിവാക്കാൻ ഞങ്ങളാരും തീരുമാനിച്ചിട്ടില്ല. രാജേന്ദ്രൻ പാർട്ടിയുടെ ഭാഗമായി നിർത്താൻ തന്നെയാണ് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്നിട്ടില്ല. അതേത് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ആക്കാൻ കാര്യമില്ല. ഒന്നും കിട്ടാതിരിക്കും വേറെ ഇമാതിരിയുള്ളവർ ഞങ്ങൾക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. രാജേന്ദ്രൻ എന്ന് പറയുന്ന പാർട്ടി കേരളമായിരുന്ന സഹാബിനെ പാർട്ടിയോടൊപ്പം ചേർത്തും പ്രവർത്തിച്ച് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ഒരു നിലപാടില്ല. ഇപ്പൊ എന്താണോ നിലപാട് ആ നിലപാട് തന്നെയാണ്. ഇനി അവിടെ വേണ്ടത് എന്താ വെച്ചാൽ കോടതിയുടെ വിധി വേണം. അല്ല ഈ ബോബി വിഷയത്തിലൊക്കെ പെട്ടെന്ന് നടപടികളെടുത്താണ്. ഒരു കാര്യമില്ല. ഇപ്പൊ ചാർജ് ഷീറ്റ് കേസ് കൊടുത്താൽ പിന്നെ ധാർമ്മികയുടെ പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം രാജിവെച്ചാൽ ധാർമ്മികയുടെ പ്രശ്നം അനുസരിച്ച് MLA സ്ഥാനം തിരിച്ചു വിട്ടില്ല. കിട്ടുമോ? അത് കിട്ടും. അതൊക്കെ ഞാൻ ഉറപ്പാണ്. ധാർമ്മികത അടിസ്ഥാനത്തിൽ രാജിവെക്കാം. ധാർമ്മികത കോടതിയുടെ വിധി വരുമ്പോൾ ധാർമ്മികതയെല്ലാം പറഞ്ഞതല്ല സ്ഥിതി എന്ന് വന്നാൽ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന MLA സ്ഥാനം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ?